രാജ്യം ഈ ദിവസം കാത്തിരുന്നത് രണ്ട് സുപ്രധാന വിധികളാണ്. ഒന്ന്, കേരളത്തിൽ നടന്ന ഒരു അപൂർവമായ ഒരു കൊലക്കേസിൻ്റെ വിധിയും മറ്റൊന്ന് കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ഡോക്ടറെ അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയിട്ട് ശിക്ഷയുമായിരുന്നു. ഇപ്പോൾ ഇതാ കേരളത്തിലെ വാർത്തകൾ വരുമ്പോൾ ഈ നമ്മുടെ ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അപൂർവമായി ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഒരു ക്രൈമിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കഷായത്തിൽ വിഷം നൽകി സ്വന്തം കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എന്ന യുവതിക്ക് കോടതി വധശിക്ഷ നൽകിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടും അപൂർവമായ ഒരു കേസാണ്. ഒപ്പം തന്നെ അതിൽ 48 സാഹചര്യ തെളിവുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് ശിക്ഷ നൽകാതിരിക്കാൻ ആവില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. കാരണം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ യുവതി കാമുകനെ തന്നെ സ്നേഹിച്ച ആളെ കൊലപ്പെടുത്താൻ വളരെ നാളായി പ്ലാൻ ചെയ്യുകയായിരുന്നു. ആദ്യം ജ്യൂസ് ചലഞ്ച് നടത്തി ജ്യൂസ് കുടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം, സ്ലോ പോയിസൺ നൽകി കൊലപ്പെടുത്താനുള്ള ശ്രമം. പിന്നീട് ആ ശ്രമം ഫലം കാണാതെ വന്നപ്പോൾ വീണ്ടും ഈ കാമുകനെ ലൈംഗിക ബന്ധത്തിനായി വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകുകയായിരുന്നു. 11 ദിവസം വെള്ളമിറങ്ങാതാണ് ഷാരോൺ എന്ന് പറയുന്ന ഈ മരണപ്പെട്ട യുവാവ്, ഗ്രീഷ്മയുടെ കാമുകനായിരുന്ന യുവാവ് ആശുപത്രിയിൽ കിടന്നത്. ആ സമയത്തും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്നേഹം തുടരുമ്പോൾ തന്നെ, അതായത് ഒരു സൈഡിൽ സ്നേഹവും മറു സൈഡിൽ കൊലപാതകത്തിനുള്ള ആസൂത്രണവുമാണ് ഗ്രീഷ്മ നടത്തിയത്. 586 പേജുള്ള ആ കുറ്റപത്രത്തിൽ പോലീസിനെയും അഭിനന്ദിച്ചിരിക്കുന്നു കോടതി ഒരു സുപ്രധാന വിധി തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം വിശ്വാസവഞ്ചന എന്നുള്ള ഒരു വലിയ കുറ്റം, അതായത് ലൈംഗിക ബന്ധത്തിനായി ഷാരോണിനെ വിളിച്ചു വരുത്തുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൊല നടത്തിയിരിക്കുന്നത്. അതായത് വെൽ പ്ലാനിങ്ങിൽ നടത്തിയത്, അത് യാദൃശികമായി ഉണ്ടായ ഒരു കൊലപാതകം അല്ല. അതുകൊണ്ട് തന്നെ അപൂർവമായ ഒരു കൊലപാതകമാണ്. കഷായം പോലെ രോഗപ്രതിരോധ ശേഷിക്ക് ഉതകുന്ന ഒരു ഔഷധം, ആ ഔഷധത്തിൽ വിഷം കലർത്തി കൊല്ലുക എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ഒരു കൊലപാതകമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഭക്ഷണത്തിലും മറ്റും വിഷം നൽകുന്ന കേസുകൾ അനവധി നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് അപൂർവമായി ഒരു കേസായി മാറുന്നു. ഒപ്പം തന്നെ രാജ്യം പ്രതീക്ഷിക്കുന്ന ഒരു വിധി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. RG കാർ ആശുപത്രിയിൽ ഒരു ട്രെയിനി ഡോക്ടറെ ഒരു സിവിൽ പോലീസ് ഓഫീസർ മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിൻ്റെ വിധി CBI ആണ് അതിൻ്റെ അന്വേഷണം നടത്തിയത്. കുറ്റപത്രം 48 പേജായിരുന്നു, അത് സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ അതിൻ്റെ വിചാരണ പൂർത്തിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൽക്കത്ത കോടതി സഞ്ജയ് റായ് എന്ന് പറയുന്ന പ്രതിക്ക് എന്ത് ശിക്ഷ നൽകുമെന്നാണ് രാജ്യം കാത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായ ഒരു കൊലപാതകമായിരുന്നു. രാജ്യത്തെ ആരോഗ്യ മേഖല തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് അനവധി സമരങ്ങൾ നടന്നു. കൊൽക്കത്തയുടെ തെരുവീതികളിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് സ്ത്രീകൾ സംഘടിച്ചത്, മമതാ ബാനർജിയുടെ അടിവേരിളക്കിയ സമരങ്ങൾ. ഏതായാലും അതിൻ്റെ പ്രതി സഞ്ജയ് റായ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.